സാലിഹായ ബാക്കിയായ അമല്, ആ അമലിന്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് എഴുതുന്നത് ഔ വലതുൻ സാലിഹുൻ, സാലിഹായ മകനും അല്ലെങ്കിൽ സാലിഹായ മകൾ. സാലിഹായ മകനും സാലിഹായ മകളും നമ്മുടെ അമലിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമ്മൾ ചെയ്ത നിസ്കാരം, നമ്മൾ ചെയ്ത നോമ്പ്, നാം ചെയ്തിട്ടുള്ള സദഖ, ഇത് മുഴുവനും നമ്മുടെ അമലായതുപോലെ നമ്മുടെ സന്താനങ്ങൾ സാലിഹായി വന്നാൽ അതും നമ്മുടെ സാലിഹായ അമലിന്റെ കൂട്ടത്തിൽപ്പെടുന്നു. അങ്ങനെ സാലിഹായ ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. ഒരു കുട്ടി മദ്രസയിൽ വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. ഒരു കുട്ടി അലിഫ് എന്ന് പഠിച്ചാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടുന്നു. പിന്നെ ബാ അത് പഠിച്ചു, അത് കൂട്ടിച്ചേർത്തിട്ട് അബുൻ എന്ന് പഠിച്ചു. അപ്പോൾ ഈ കുട്ടിയുടെ വാചകത്തിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു. സാലിഹായ അമൽ. അങ്ങനത്തെ മക്കളായാൽ ഈ മക്കളിൽ സാലിഹായ മക്കളാണോ അല്ലേ എന്ന് തിരിയാനുള്ള അടയാളം എന്താണ്? അതിന്റെ സ്വഭാവം യദുലഹു, ഈ വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മകനായിരിക്കും. മക്കൾ ദുആ ചെയ്യണമെന്നില്ല വാപ്പക്ക് കൂലി കിട്ടാനും. ദുആ ചെയ്യാത്ത അമല് മക്കൾ ചെയ്യുന്നതിനൊക്കെ കൂലി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും. ഫാത്തിഹ ഓതിയാൽ അതിന്റെ കൂലി വാപ്പക്കും ഉമ്മക്കും കിട്ടും. മകൻ സദഖ ചെയ്താൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും. അങ്ങനെ മകൻ ഒരു ഖുർആൻ ഓതിയാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും. മകൻ ഏത് സ്വാലിഹായ അമൽ ചെയ്താലും അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും. പക്ഷേ സാലിഹായ മക്കളാകുമ്പോൾ അവരുടെ സ്ഥിതി എന്താണ്? അവരെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. കാരണം ഖുർആനിൽ തന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ചെറുപ്പത്തിൽ എന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉമ്മമാപ്പമാർ എത്രയോ കഷ്ടപ്പെട്ട് ഉമ്മമാര് മക്കളെ പോറ്റുന്നു. 10 മാസം വയറ്റിൽ ചുമന്നുകൊണ്ട് നടക്കുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ മൂത്രവും കാട്ടവും എല്ലാം കഴുകി വൃത്തിയാക്കുന്നു. കുട്ടിക്ക് മുല കൊടുക്കുന്നു, കുട്ടിയെ ഉറക്കുന്നു, കുട്ടിയെ താലാട്ടി പാടി ഉറക്കുന്നു. അങ്ങനെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു വളർത്തുന്ന ഉമ്മയാണ്. ആ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുകയും ഉമ്മയെ സംരക്ഷിക്കുകയും ഈ കുട്ടിയെ വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് വാപ്പയാണ്. അതുകൊണ്ട് റബ്ബിർഹംഹുമാ, മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം അല്ലാഹുവേ. കമാ റബ്ബയാനി സഗീറാ, ഞാൻ ചെറിയ കാലത്ത്, കുട്ടിയായ കാലത്ത്, കുഞ്ഞായ കാലത്ത് എന്നെ അവർ വളർത്തിയവരാണ് റബ്ബേ. അവര് വളരെ കഷ്ടപ്പെട്ടവരാണ് റബ്ബേ. അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ അല്ലാ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു തആല നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്തി, നിന്റെ സ്വർഗം ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ കാലുകൊണ്ട് ചവിട്ടി വെച്ചതുപോലെ കാലിങ്ങോട്ട് മുക്കിക്കൊടുത്താലേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്ന പോലെ ഉമ്മമാരുടെ പൊരുത്തം കിട്ടിയാലേ സ്വർഗത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. ആ നിലക്ക് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് വലിയ പ്രതിഫലമായി ഇസ്ലാം പഠിപ്പിക്കുകയും നല്ല മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആയിരക്കുകയും മാതാപിതാക്കൾക്ക് വേണ്ടി സദഖ ചെയ്യുകയും മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മകനായി കഴിഞ്ഞാലും ആ മകൻ ചെയ്യുന്ന സൽക്കർമ്മത്തിന് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരിക്കലും കുറക്കാതെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു. അതാണ് സാലിഹായ മകൻ, സാലിഹായ മകൾ. കണ്ടോ? അപ്പോൾ അൽ മാലു വൽ ബനൂന
സീനത്തുൽ ഹയാത്തി ദുനിയ, മുതലും മക്കളും അത് ദുനിയാവിന്റെ ഭംഗിയാണ് എന്ന് പറഞ്ഞത് സാലിഹായ അമലാക്കി മാറ്റിയെടുക്കാത്ത സ്വത്തിനെ സംബന്ധിച്ചാണ്. സാലിഹായ അമലാക്കി മാറ്റിയെടുക്കുന്ന സ്വത്ത്, സാലിഹായ അമലാക്കി മാറ്റിയെടുക്കുന്ന മക്കൾ, ഇത് രണ്ടും സാലിഹായ അമലിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. അപ്പോൾ മുതലിന് സക്കാത്ത് കൊടുക്കേണ്ടവൻ സക്കാത്ത് കൊടുക്കുക, അതുപോലെ സാധുക്കളായ പാവങ്ങളായ ആളുകളെ സംരക്ഷിക്കുക, അയൽവാസികളെ പ്രത്യേകിച്ച് സംരക്ഷിക്കുക, പാവങ്ങളെ സംരക്ഷിക്കുക. അയൽവാസികളായ പെണ്ണുങ്ങൾ, ഒരു പെണ്ണ് അവരുടെ അയൽവാസിയായ പെണ്ണിനെ നിസ്സാരമായി കാണരുത്. അവർക്ക് ഇവരുടെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കൊടുക്കണം. ഇവരുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിൽ നിന്നും അയൽവാസികൾ പട്ടിണി കിടക്കുന്നുവെങ്കിൽ, അയൽവാസികൾക്ക് വിഷമമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അങ്ങനെ പോയി ആട്ടിന്റെ കുളമ്പിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന സാധനം കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും കൊടുക്കണം. മുന്തിയതാണെങ്കിലും താഴ്ന്നതാണെങ്കിലും കൊടുക്കണം. എല്ലാം അയൽവാസികൾക്ക് നൽകണം എന്ന് പഠിപ്പിച്ചുകൊണ്ട് ധർമ്മം ചെയ്യുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് അടിച്ചു വീശുന്ന കാറ്റ് മരത്തിനും കല്ലിനും ഉള്ളിലും എല്ലാറ്റിനും ചെന്നെത്തുമല്ലോ. മനുഷ്യന് മാത്രമല്ല, ജീവികൾക്ക് മാത്രമല്ല, നിർജീവികൾക്കും എല്ലാം കിട്ടുമല്ലോ കാറ്റ്. അതുപോലെ ആ കാറ്റിനെക്കാളും വിശാലമായ ധർമ്മിഷ്ഠരായിരുന്നു അല്ലാഹുവിന്റെ ഹബീബെന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനത്തെ ധർമ്മിഷ്ഠരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാകുന്നതിന്റെ മുമ്പ്, 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ് അവിടുത്തെ സ്വഭാവം എന്തായിരുന്നു എന്നറിയോ നിങ്ങൾ? അതാ ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലാഹി ലാ യുഹ്സികല്ലാഹു അബദാ, അല്ലാഹുവിനെ തന്നെ സത്യം, തങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തൂല നബിയെ. എന്തുകൊണ്ട്? ഇന്നക ലതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, സാധുക്കളായ പാവങ്ങളായ ജനങ്ങളുടെ വിഷമങ്ങൾ ഏറ്റെടുക്കുകയും അത് തീർത്തു കൊടുക്കുകയും ചെയ്യുന്ന ആളാണല്ലോ തങ്ങൾ. അങ്ങനത്തെ ആളുകളെ അല്ലാഹു പരാജയപ്പെടുത്തില്ല. അതുകൊണ്ട് തങ്ങൾക്ക് പരാജയമില്ലെന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അങ്ങനെ ഏറ്റവും വലിയ പാവങ്ങളോട് സ്നേഹം കാണിക്കുന്ന, അങ്ങേയറ്റത്തെ പാവങ്ങളോട് അങ്ങേയറ്റത്തെ കൃപ കാണിക്കുന്ന, ദയ ചെയ്യുന്ന, സഹായം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഇതിൽ നിന്ന് മാതൃക സ്വീകരിച്ചുകൊണ്ട് അതാ നമ്മുടെ സമ്പത്ത് നല്ല വഴിക്ക് ചെലവഴിക്കാൻ, സാധുക്കളെ സഹായിക്കാനും, പള്ളികൾ ഉണ്ടാക്കാനും, മദ്രസയുണ്ടാക്കാനും, പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ, ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങൾക്ക് വേണ്ടി സഹായം ചെയ്യുന്നവൻ, അവരെ കെട്ടിച്ചയക്കാനും അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനും, ഭർത്താക്കളില്ലാത്ത സ്ത്രീകൾക്ക് സഹായം ചെയ്യുന്നവൻ, അല്ലാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അങ്ങനെ പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനും, നമ്മുടെ നാട്ടിൽ മദ്രസ ഉണ്ടാക്കാനും, ദർസ് ഉണ്ടാക്കാനും, നോമ്പ് തുറപ്പിക്കാനും, ഇങ്ങനെ ഹലാലായ ഒഴുക്ക് നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ സീനത്തുൽ ഹയാത്തി ദുനിയാ, ഭൗതിക ലോകത്തിന്റെ ആഡംബരം എന്ന് പറഞ്ഞതിൽ നിന്ന് മാറി വൽ ബാഖിയാത്തു സ്വാലിഹാത്തു, സാലിഹായ അമൽ എന്ന് പറയുന്നതിലേക്ക് നമ്മുടെ സമ്പത്ത് മാറി വരുന്നു. അതുപോലെ നമ്മളെ മക്കൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാപ്പക്ക് വേണ്ടി ദുആ ചെയ്യുക, ഉമ്മക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രത്യേകിച്ച് വാപ്പമാരും ഉമ്മമാരും മരിച്ചു പോയാൽ അവർക്ക് വേണ്ടി ഖുർആൻ ഓതി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ദിക്ർ ചൊല്ലി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി സദഖ ചെയ്യുക. ഇത് ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്, തർക്കമില്ലാത്ത വിഷയമാണത്. മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുക. ഈ വിഷയത്തിൽ ഒരു പണ്ഡിതനും തർക്കമില്ലാത്ത വിഷയം. ഖുർആൻ ഓതിയാൽ ആ മയ്യത്തിന് കൊടുക്കണം പ്രതിഫലമെന്ന്, ദുആ ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് മാത്രമേ അഭിപ്രായ വ്യത്യാസമുള്ളൂ.
മയ്യത്തിന്റെ അടുക്കൽ വെച്ച് ഓതുക, അല്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ വെച്ച് ഓതുക, അല്ലെങ്കിൽ ഓതിക്കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു ഇലാ അബി, ഞാൻ ഓതിയതിന്റെ പ്രതിഫലം എന്റെ പിതാവിന് കൊടുക്കണമേ അല്ലാഹുവേ, അല്ലെങ്കിൽ എന്റെ ഉസ്താദിന് കൊടുക്കണം അല്ലാഹുവേ എന്ന് ദുആ ചെയ്യുക. ഈ മൂന്നിൽ ഒന്ന് ഇല്ലാതെ ഓതിയാൽ കിട്ടുകയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. എന്നല്ലാതെ ഖുർആൻ ഓതിയാൽ കൂലി കിട്ടൂലെന്നോ, ഖുർആൻ ഓതി മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതണ്ട എന്നോ പറഞ്ഞ ഒരു പണ്ഡിതൻ അല്ലാഹുവിന്റെ ഭൂമിയുടെ മുകളിൽ എവിടെയും ഇല്ല. പക്ഷേ ഇന്ന് ബിദ്അത്തുകാരെ നിങ്ങൾക്ക് കാണാം. ബിദ്അത്തുകാരെ കാണാം. മുതയും ജമയും ഒക്കെ ഒരു മരിച്ച സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ ഫാത്തിഹ എന്ന് പറഞ്ഞു യാസീൻ ഓതാനും തുടങ്ങുക, ഫാത്തിഹ യാസീൻ ഓതാൻ തുടങ്ങുക. അപ്പൊ കാണാം ഇതുപോലത്തെ വലിയൊരു സരസ്സുണ്ടെങ്കിൽ പുഴു അളക്കുന്നത് പോലെ അവിടെ നിർത്താനും ഇവിടെ നിർത്താനും മറ്റോടത്തുനിന്ന് 4-5 ആള് അവിടുന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് എന്നും കൂടി നിർത്തി കൂടിയിട്ടിങ്ങനെ ഗൗരവത്തിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കും. എന്താ? ഈ മയ്യത്തിന് ഗുണം കിട്ടിപ്പോകരുത്, ഈ മയ്യത്തിന് ഗുണം കിട്ടിപ്പോകരുത് എന്നുള്ളത് വാശി തന്നെ. ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചവരുടെ മേൽ യാസീൻ സൂറത്ത് ഓതണം എന്ന് ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. പിന്നെ നിനക്കതിന് വാശി അവിടെ? മരിച്ചവരുടെ മേൽ യാസീൻ ഓതണം, ഇത് റസൂലുള്ള പറഞ്ഞതാ, സഹീഹായ ഹദീസാണ്. ഒരു കുട്ടിക്കും ഈ ഹദീസ് സഹീഹല്ലാന്ന് തെളിയിക്കാൻ കഴിയില്ല. അത്രയും സഹീഹായ ഹദീസ് കൊണ്ട് മരിച്ചവർക്ക് യാസീൻ ഓതണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. മഹാനായ അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് അല്ലാഹുവിന്റെ ഹബീബും ഏതാനും സഹാബികളും വീട്ടിൽ പോയി അവിടുന്ന് ഖുർആനിൽ നിന്ന് ഏതാനും ആയത്തുകൾ ഓതി, എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അബൂ സലമക്ക് പുറത്തു കൊടുക്കണം പറഞ്ഞു. അക്കൂട്ടത്തിൽ നടന്നു വർഹം അലാ അഹ്ലിഹി, അബൂ സലമക്ക് പുറത്തു കൊടുക്കണം, അബൂ സലമയുടെ ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഉണ്ട് ജീവിച്ചിരിക്കുന്നവർ അവർക്കും ഗുണം ചെയ്യണം അല്ലാഹുവേ എന്ന് കാരണം. അങ്ങനെയാണ് മരിച്ചവർക്കും ദ്വാരക്കണം, മരിച്ചവരുടെ കുട്ടികൾക്കും ദ്വാരക്കണം, കുടുംബത്തിലൊക്കെ ദ്വാരക്കണം. അങ്ങനെ മരിച്ച വീട്ടിൽ ചെയ്യണം. ആ കൂട്ടത്തിൽ ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹ പറയുന്നു, വഖലുഖ് ലി അഹ്ലിഹി ഖൈറൻ മിൻഹു, അബൂ സലമത്തേക്കാൾ ഖൈറായ ഒരാളെ നീ ഉമ്മു സലമത്തിന് കൊടുക്കണം അല്ലാഹ് എന്ന് റസൂലുള്ള ദുആ പറഞ്ഞപ്പോൾ ഇതെന്ത് ദുആയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഉമ്മു സലമത്ത് പറയുന്നു, എന്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ നീ ദുനിയാവിൽ എനിക്ക് കിട്ടൂല എന്നാണ് എന്റെ വിശ്വാസം. എന്റെ ഭർത്താവ് അത്രയും നല്ല ഭർത്താവായിരുന്നു, അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നവരായിരുന്നു, എനിക്ക് മരണം വരെ ഗുണം ചെയ്യുന്ന ഭർത്താവായിരുന്നു. ആ ഭർത്താവിനേക്കാൾ ഹൈറായ ഒരു ഭർത്താവിനെ തരണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞപ്പോ ആരാണ് പഠിച്ചവൻ ദുനിയാവിൽ അങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് കിട്ടുക എന്ന് ഞാൻ സംശയത്തിലായിരുന്നു. റസൂലുള്ളാഹി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഹൈർ തന്നെയാണ്, പക്ഷെ അത് കിട്ടുമെന്ന് എനിക്ക് ധാരണയില്ല. പിന്നെ ഒരാളെ നോക്കുമ്പോൾ ഞാൻ കാണുന്നില്ല, എന്റെ ഭർത്താവാണ് എനിക്ക് ഏറ്റവും ഹൈറായി കാണുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലുകാരൻ ഈ ഭർത്താവിനേക്കാൾ ഹൈറായ ഒരു ഭർത്താവിനെ കൊടുക്കണം. അതാ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലാഹുവിന്റെ ഓർഡറിൽ അബൂ സലമത്തിന്റെ ഭാര്യ ഉമ്മു സലമത്തിനെ തങ്ങൾ വിവാഹം ചെയ്യണം നബിയെ. അല്ലാഹു തആല റസൂലുള്ളാഹിനെ അറിയിക്കുന്നു. റസൂലുള്ളാഹി മുൻകൂട്ടി അറിയുന്ന ആളാണല്ലോ. ഇങ്ങനൊരു നിയമം വരും, അല്ലാഹുവിന്റെ ഖദാ വരും എന്ന് നേരത്തെ അറിയുന്നത് കൊണ്ടാണ് ദുആ ചെയ്തത്. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തു. ഉമ്മു സലമത്തെ വിവാഹം ചെയ്തപ്പോൾ ഉമ്മു സലമ പറയുകയാണ്, ആ ഭർത്താവിനേക്കാൾ ഹൈറായ ഭർത്താവിനെ കൊടുക്കണം എന്ന് റസൂലുള്ളാഹി ദുആ ചെയ്തത് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. എന്റെ ഭർത്താവിനേക്കാളും എത്രയോ ഹൈറാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിനോട് തുല്യമായി വേറെ ആരുമില്ലല്ലോ. അത് കിട്ടിപ്പോയി.
അപ്പോ ഞാനിവിടെ പറഞ്ഞത് മരിച്ച വീട്ടിൽ പോയി ആ മരിച്ച മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക, മരിച്ച മയ്യത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുക, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇതൊക്കെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഖുർആൻ മുതൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഇതൊന്നും പറ്റാത്ത ഇവിടുത്തെ പുതിയ പ്രധാനക്കാരൻ ഉൽപ്പതിഷ്ണു, അവന്റെ പിതാവിന് ഗുണം ചെയ്യാത്തവനാണ്, അവന്റെ മാതാവിന് ഗുണം ചെയ്യാത്തവനാണ്, അവൻ മരിച്ചവർക്കും ഹയാത്തുള്ളവർക്കും ഗുണം ചെയ്യാത്തവനാണ്, മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യാത്തവനാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ അത്തരം വിദ്അത്തുകാരനായി പോകാതിരിക്കാൻ, നമ്മുടെ മക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവനാകാതിരിക്കാൻ നാം ശരിക്ക് ശ്രദ്ധിക്കണം, അതിന് പഠിപ്പിക്കണം, അതിന് നന്നായി പഠിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അതിന് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപദ്ധതി ഏറ്റവും പര്യാപ്തമാണെന്ന് ലോകം മുഴുവൻ ഇതൊക്കെ കൂട്ടാതെ പഴയ നമ്പർ പ്രകാരം നോക്കിയാൽ 1000 മദ്രസയുണ്ട്. എത്ര കൊല്ലം കൊണ്ട്? 60 കൊല്ലം കൊണ്ട്. നമ്മുടെ മദ്രസയോ 10 കൊല്ലം കൊണ്ട് 6000 മദ്രസ. ഈ 10 കൊല്ലം കൊണ്ട് 6000-ഉം 60 കൊല്ലം കൊണ്ട് 6000-ഉം ആയാൽ എന്താണ് ഇതിൽ കാരണം? 60 കൊല്ലം കൊണ്ട് 6000 ആയപ്പോൾ ഇവിടെ 10 കൊല്ലം കൊണ്ട് 6000 ആയത് എന്തുകൊണ്ട്? അതിൽ വെട്ടും തല്ലും കുത്തും അവിടുത്തെ പണ്ഡിതന്മാരെ അംഗീകരിച്ചു. യുപിയിലും ബീഹാറിലുമൊക്കെ കേരളത്തിലുള്ളതുപോലെ തന്നെ ബസ്സും ഇതൊന്നും ആവശ്യമില്ല നോക്കുകയാണെങ്കിൽ അയാൾ അത് പഠിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ട് പോകും, തല്ലണ്ട. ഈ പഠിപ്പിക്കുന്നതിന് മറ്റൊരു എതിർക്കണ്ട. എന്റെ കുട്ടി നന്നാവണം, എന്റെ കുട്ടിക്ക് എല്ലാം മറ്റോരും വരണ്ട, ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, നമുക്ക് മറ്റേ മതി നിൽക്ക്, അയാളെങ്ങനെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ടും പറയാൻ പോകണ്ട. അങ്ങനെ നമ്മൾ ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുകയും എല്ലാ ഭൗതികമായ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട്, ഭൗതികമായ ഭിന്നത ചിലപ്പോഴൊക്കെ ഉണ്ടായിപ്പോവും. ആ ഉണ്ടായിപ്പോയാൽ ബുദ്ധിയുള്ളവന്റെ സ്വഭാവം അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു പിന്നെ ഇല്ല. നമുക്കിവിടെ ദീനിന്റെ കാര്യം ഒന്നായിട്ട് പ്രവർത്തിക്കണം, മദ്രസയുടെ കാര്യം ഒന്നായിട്ട് പ്രവർത്തിക്കണം, പള്ളിയുടെ കാര്യം ഒന്നായി പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ഇവിടെ ബിദ്അത്തുകാരൻ കടന്നു വരും. ബിദ്അത്തുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലാത്ത എല്ലാ സാധനവും കടുത്ത വിരോധികളാണ്. അവർ സുന്നത്ത് ജമാഅത്തിന്റെ കടുത്ത വിരോധികളാണ്. അങ്ങനെ ഭിന്നിപ്പിച്ചിട്ട് ആ ഭിന്നിപ്പിലൂടെ വിദ്യാർത്ഥി ആശയം നമ്മുടെ ഇടയിൽ കുത്തിച്ചെലുത്തലാണ് അവർ ചെയ്യുക എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ അല്ലാഹു തആല അതിന് ശിക്ഷ കൊടുത്തു, അവരെ ഭിന്നിപ്പിച്ചു, ശക്തിയെ ഭിന്നിപ്പാക്കി. ഈ ഭിന്നിപ്പാക്കിയത് കൊണ്ട് കൊല്ലത്തെ പെരുന്നാള് അവര് വെള്ളിയാഴ്ച ആക്കി, നമ്മളെ പോലെ തന്നെ. അല്ലെങ്കിൽ അവർ വ്യാഴാഴ്ച ആക്കുമായിരുന്നു. വെള്ളിയാഴ്ച ആക്കിയതിൽ ഇവർക്ക് വലിയ നഷ്ടമുണ്ട്. എന്താണെന്നറിയോ? വെള്ളിയാഴ്ച പണ്ട് കോഴിക്കോട് മുഹ്യിദ്ദീൻ പള്ളിയിൽ വെച്ച് അവിടുത്തെ ഖത്തീബ് അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന ആള് പ്രസംഗത്തിൽ വെള്ളിയാഴ്ച ഖുതുബ പ്രസംഗമാക്കിയിട്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച ഈ പള്ളിയിൽ ജുമാ ഉണ്ടാകുന്നതല്ല, പെരുന്നാൾ ആയതുകൊണ്ട്. പെരുന്നാളിപ്പോ കൊല്ലം 60 മറ്റോ ആയി, 50 കൊല്ലായ പായക്കൊള്ളം പത്രം. അത് പറ്റൂല, തിരിച്ചു പറയണമെന്ന് പറഞ്ഞു. ഈ മൗലവി എന്നെ അടുത്ത പത്രത്തിൽ കൊടുത്തു, പതിവ് പോലെ ഈ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ചയും ജുമാ ഉണ്ടാകുന്നതാണ്. രണ്ടുമുണ്ട്. അപ്പൊ വേറെ മൗലവി പറഞ്ഞു, ഇയാള് പറഞ്ഞത് ജുമാ വേണ്ടാന്ന് പറഞ്ഞത് ശരിയല്ല, രണ്ടിലൊന്നും മതി എന്നാണ് പറയേണ്ടത്. പെരുന്നാളും ജുമായെ കൂടി ഒപ്പിച്ചോളിയാൽ ഒരു പക്ഷേ ജുമാ അല്ലെങ്കിൽ പെരുന്നാളും കാരണം ജുമാന്റെ ഒരു വർത്താനം ഇവിടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്നത്തെ നാട്ടുകാരും ജുമാൻ കഴിച്ചിട്ടില്ല, ഖത്തീബ് ജുമാൻ കഴിച്ചിട്ടില്ല. ആരെങ്കിലും മനസ്സിലാക്കോ? ഇതാണ് ഈ പറഞ്ഞ ഉഖ്നബി മനസ്സിലാക്കിയത്. ഓന്റെ ബുദ്ധി അത്രയേ ഉള്ളൂ.
വെള്ളിയാഴ്ചക്ക് ജുമാ ആയാലും അത് പെരുന്നാളായാലും നോമ്പായാലും ജുമാ നിസ്കരിക്കണം. അതേ സമയത്ത് ഇവർക്ക് ജുമയാണ് വേണ്ടതെന്നും പെരുന്നാളാണ് വേണ്ടതെന്നും അല്ല ജുമായോ പെരുന്നാളോ രണ്ടിലൊന്നാണ് വേണ്ടത് എന്നും രണ്ടും കൂടി വന്നത് കൊണ്ട് രണ്ടും വേണ്ടാന്നും ഇങ്ങനെ പല മതഹബുകളുമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച പെരുന്നാളാക്കാതിരിക്കാൻ കഴിവിന്റെ പരമാവധി അവർ ശ്രമിച്ചിരുന്നുവെങ്കിലും മുജാഹിദിന്റെ ഒരു വിഭാഗം ആളുകൾ വെള്ളിയാഴ്ച ആക്കുമെന്ന് കണ്ടപ്പോൾ മറ്റവരുമെന്ന് ഉറപ്പിച്ച് നമ്മളും അങ്ങനെ ആക്കല്ലാതെ അൽഹംദുലില്ലാ ഏതായാലും നമ്മളെ ഭിന്നിപ്പിച്ചവരെ അള്ളാഹ് ഭിന്നിപ്പിച്ചു. നമ്മളെ ഭിന്നിപ്പിച്ചവരെ അള്ളാഹു ഭിന്നിപ്പിച്ചു. നമ്മൾക്ക് ആ ഭിന്നിപ്പ് കൊണ്ട് ഒരു ദോഷം ചെയ്യാൻ അവർക്ക് സാധിച്ചതുമില്ല. അതൊരു പ്രയോജനമില്ല. ഞാൻ മെനിയാന്ന് പെരുന്നാൾ നിന്ന് നല്ലതായിരിക്കും. പെരുന്നാളുണ്ടായി വെള്ളിയാഴ്ച മെനിയാന്നല്ല മെനിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നല്ലെങ്കിലും പിടിച്ചുകൂടി പോയി അവിടെ പിടിക്കാം. ഞാൻ ചാലിയത്തേക്ക് പോവാം. കൊണ്ട് 3-4 സ്ഥലത്ത് പെരുന്നാൾ എവിടെ പള്ളി ഇതുപോലെ തന്നെ പള്ളി അവിടെ ഉണ്ട്. നല്ല മനോഹരമായ പള്ളി. അതിന്റെ മുറ്റത്ത് നായിക്കാട്ടും ചാണകിയും ചവറും ചാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൈതാനിയിൽ ഒരിക്കൽ നിസ്കരിച്ചിട്ടുണ്ട്, ചിലപ്പോൾ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് കാരണമുണ്ട്. അതെന്താണ്? കടക്കാനുള്ള കാരണമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നിൽ ഒരൊറ്റ പ്രാവശ്യം ഒരു മുഅ്മിനായ മനുഷ്യൻ നിസ്കരിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആയിൽ പങ്കെടുത്ത് ആമീൻ എന്ന് പറഞ്ഞാൽ അതാനെ തുടർന്ന് നിസ്കരിക്കാൻ വെള്ളിയാഴ്ച ജുമുഅക്ക് മറ്റുള്ളവർക്ക് സൗകര്യപ്പെടില്ല. മദീനത്തെ പള്ളിയിലേക്ക് മറ്റുള്ള ജുമുഅ ഒഴിവാക്കി വരാൻ ആളുകൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവരവിടെ ജുമുഅ നിസ്കരിക്കും. പെരുന്നാളിന് അങ്ങനെയില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിനെ ഒന്ന് തുടർന്ന് നിസ്കരിക്കണം എന്ന നിലക്ക് മദീനത്തിന്റെ പരിസരത്തുള്ള എല്ലാ ജനങ്ങളും മദീനത്തേക്ക് വരുന്നു. മാസത്തിന്റെ ദിവസമായതുകൊണ്ട് അടിമകൾക്ക് കൂടി നിങ്ങളൊരു ലീവ് കൊടുത്ത് നിങ്ങളെ കൂടെ കണക്ക് വിട്ടില്ല. ഐശ്വര്യം വർക്കത്ത് മൂസംസിലാൻ 500 അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. 100 റുപ്യക്കാരൊക്കെ കൊടുത്തത് ബിസ്മില്ല. 100 ആളുണ്ട് 100 റുപ്യ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൗസർ സഖാഫി പ്രസംഗിക്കാനോ വേറെയാണ് പ്രസംഗിക്കാൻ. വീക്കാൻ സഖാഫി ഉണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. അബ്ദുസ്സലാമിന് 500 റുപ്യ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. പി കെ മുഹമ്മദ് 500 റുപ്യ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ. 1000 റുപ്യ പേര് അള്ളാഹുവെ അദ്ദേഹത്തിന് ഒരു ചെറിയ അസുഖമുണ്ട്, അത് പൂർണ്ണമായി ശിഫയായി കൊടുക്കണേ റബ്ബേ. 1000 റുപ്യ സുഖമായി കൊടുക്കണേ റഹ്മാനെ, ശിഫയായി കൊടുക്കണേ റഹ്മാനെ, ബർക്കത്ത് ചെയ്യണേ. മാനസിക രോഗി അള്ളാഹുവെ നീ ശിഫയായി കൊടുക്കണേ റഹ്മാനെ, ശിഫയാക്കണേ റഹ്മാനെ. അതിൽ നിങ്ങൾ ഹക്കുകൊണ്ട് മാത്രമായ കുട്ടി 500 അള്ളാഹുവെ ശിഫയാക്കണേ റഹ്മാനെ. എല്ലാവരും ലോകവും ശിഫയാക്കി തരണേ റഹ്മാനെ. ശബ്ദമൊക്കെ നന്നായിട്ടുണ്ട്. ഇനി നന്നായി ശിഫയാക്കി തരട്ടെ. നീ ശിഫയായി കൊടുക്കണം റഹ്മാനെ, സംസാരിക്കാനുള്ള കഴിവ് കൊടുക്കണം റഹ്മാനെ. എല്ലാവരും 100 റുപ്യക്കാരെ കുറച്ചുകൂടി ഉണ്ടല്ലോ, 10 ആളും കൂടി ഉണ്ടല്ലോ. ബിസ്മില്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 100 റുപ്യന്റെ ആള് 10 ആളും കൂടി ഉണ്ട്. ബിസ്മില്ലാ. 100 പറഞ്ഞാൽ 100 കുറഞ്ഞത് അല്ല, 100-ലധികം 500 റുപ്യ പേരുന്നതിനും ചെയ്തല്ലേ 500. ഇത് 1000. മണിങ്ങാട്ടി ഹംസ അള്ളാഹുവെ ബർക്കത്ത് ചെയ്ത് കൊടുക്കണ റഹ്മാനെ. 1000 റുപ്യ അള്ളാഹു ഖൈറാക്കി തരട്ടെ. അല്ല ചെയ്തറിയ കടമ്പോട്ട് 500 റുപ്യ അള്ളാഹു തന്നെ ശിഫയായി കൊടുക്കട്ടെ. മാലിന്റെ രോഗം ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു തല എളുപ്പാക്കട്ടെ. സുഖം ശിഫാക്കും. തങ്ങിലെ മുഹമ്മദ് ഉമ്മ ഉപ്പക്ക് വേണ്ടിയിട്ട് ഇത്രയാണ് 500 അല്ല 200 150 അല്ലേ 150
ചെയ്യുന്നത്. അള്ളാഹു അവരെല്ലാ ഉദ്ദേശം പൂർത്തിയാക്കട്ടെ, അവർക്കുള്ള പുറത്തു കൊടുക്കട്ടെ, അവരുടെ രോഗം അഴിവായി കൊടുക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ നല്ല കച്ചവടമായി ബർക്കത്താക്കി കൊടുക്കണേ കുറച്ചാണ്. എല്ലാ തടസ്സങ്ങളും തട്ടി മാറ്റി നല്ല ബർക്കത്തുള്ള കച്ചവടമാക്കണേ റഹ്മാനെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എല്ലാവരും കച്ചവടത്തിൽ കൃഷിയിലും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അൽഹംദുലില്ലാ അല്ലാഹു തആല ബർക്കത്ത് ചെയ്യിച്ചു തരട്ടെ. കച്ചവടത്തിൽ സ്വത്തിലും എല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്തു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇനി പി മൊയ്തീൻ 500 രൂപ അള്ളാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തിലും ജോലിയിലും ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ റഹ്മാനെ. ആമീൻ. ഇനി നിർത്തട്ടല്ലേ, ബാക്കി 50 രൂപയുള്ളവർക്ക് വെള്ളം വാങ്ങിക്കോട്ടെ. 50 രൂപക്കാർ ഉണ്ടെങ്കിൽ വലിയായിട്ട് മൊയ്തീൻ കിട്ടി. 50 അല്ലാതെ 500 തന്നെ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ 100 അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 300 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹൈറായ ഉദ്ദേശം എല്ലാം പോകില്ല. കച്ചവടത്തിൽ അള്ളാഹു നല്ല ബർക്കത്താക്കി തരട്ടെ. ആമീൻ. ഈ മുഅ്മിനീങ്ങൾക്ക് ആമീൻ പറയുന്നല്ലേ, തീർച്ചയായും സ്വീകരിച്ചു. പിന്നെ ബിസ്മില്ലാ ഒരാളെ 300 ഇബ്രാഹിം മുസ്ലിം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖൈർ ചെയ്യട്ടെ. ആമീൻ. 500 രൂപ ഒരാൾ അദ്ദേഹത്തിന് ഭാര്യന്റെ അസുഖം മാറ്റിക്കൊടുക്കണേ പഠിച്ചോനെ, നീ അറിയും എന്താണെന്ന്. അള്ളാഹു നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, ശിഫായി കൊടുക്കണേ റഹ്മാനെ. നേതൃത്വത്തെ പറഞ്ഞ് 500 രൂപ അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഉമ്മന്റെ അസുഖം അള്ളാഹു ശിഫാക്കി കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ കുട്ടികൾ ചെറുപ്പക്കാർ നല്ല ജോലിയായി കൊടുക്കണേ റഹ്മാൻ, ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ആരാ സംസാരിക്കുന്നത്? കൗസർ സഖാഫി. അൽഹംദുലില്ലാ. സെയ്ദ് മുഹമ്മദ് അള്ളാഹു ബർക്കത്ത്. എത്ര 250 അള്ളാഹു ബർക്കത്ത്.